എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ സ്പീക്ക് ഇംഗ്ലീഷ് സീരീസ് 39 ആണ്. 39th ഡേ ക്ലാസ്സാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് രാമ സബ്ജക്റ്റ് ആക്കിക്കൊണ്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. 4 ടെൻസുകളിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സീത സബ്ജക്റ്റ് ആക്കിക്കൊണ്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ആദ്യത്തെ ചോദ്യം സ്റ്റഡി എന്ന വെർബ് ഉപയോഗിച്ചുള്ള ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം, വാട്ട് ഡസ് സീത സ്റ്റഡി എവരി ഡേ? സീത സ്റ്റഡീസ് സ്പോക്കൺ ഇംഗ്ലീഷ് എവരി ഡേ. വാട്ട് ഈസ് സീത സ്റ്റഡിയിങ് നൗ? സീത ഈസ് സ്റ്റഡിയിങ് സ്പോക്കൺ ഇംഗ്ലീഷ് നൗ. What has Sita studied? Sita has studied spoken English. What has Sita been studying for 1 hour? Sita has been studying spoken English for 1 hour. What Sita has been studying since 7 o'clock? Sita has been studying spoken English since 7 o'clock. അപ്പോൾ ഇതാണ് 4 ചോദ്യങ്ങളും ഉത്തരങ്ങളും, അല്ലെങ്കിൽ 4 ടെൻസാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഓരോ ടെൻസിലും നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് സ്ട്രക്ചറാണ്, വേറൊന്ന് മീനിങ് ആണ്. അപ്പോൾ ആദ്യത്തെ ടെൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഇവിടെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വെർബ് ഓർ എസ് ഫോം ഓഫ് ദി വെർബ്. മീനിങ് ഒരു എവരിഡേ ആക്ഷനെ കാണിക്കുന്നു. രണ്ടാമത്തത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇവിടെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് ING ഫോം ഓഫ് ദി വെർബാണ്. മീനിങ് ഒരു കണ്ടിന്യൂസ് ആക്ഷനെ കാണിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നതിനെ കാണിക്കുന്നു. ആദ്യം പറഞ്ഞത് എവരിഡേ ആക്ഷനാണ്. രണ്ടാമത് പറഞ്ഞത് എവരിഡേ ആക്ഷൻ കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആക്ഷനെ കുറിച്ചാണ്. മൂന്നാമതായിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. മീനിങ് ദ ആക്ഷൻ ഈസ് ഓവർ ഇൻ ദ ഇമ്മീഡിയറ്റ് പാസ്റ്റ്. ഇമ്മീഡിയറ്റ് പാസ്റ്റിൽ പൂർണ്ണമായും കഴിഞ്ഞ ആക്ഷനെ കുറിച്ച് പറയുന്നു. ഇവിടെ ടൈം സ്പെസിഫൈ ചെയ്യുന്നില്ല. അടുത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇവിടെ 2 വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്, സിൻസും ഫാറും ഉപയോഗിക്കാറുണ്ട്. സിൻസ് പോയിൻ്റ് ഓഫ് ടൈമിനെ കാണിക്കുന്നു, ഫോർ പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. മീനിങ് ദ ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ഈസ് കണ്ടിന്യൂയിങ് ഇൻ ദ പ്രസൻറ്റ്. ഭൂതകാലത്തിൽ തുടങ്ങിയ പ്രവൃത്തി വർത്തമാനകാലത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നുകൂടെ പറയാം. അത് നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ് വേണ്ടത്. ചോദ്യം, വാട്ട് ഡസ് സീത സ്റ്റഡി എവരി ഡേ? സീത സ്റ്റഡീസ് ഇംഗ്ലീഷ് എവരി ഡേ. വാട്ട് ഈസ് സീത സ്റ്റഡിയിങ് നൗ? സീത ഈസ് സ്റ്റഡിയിങ് സ്പോക്കൺ ഇംഗ്ലീഷ് നൗ. വാട്ട് സീത ഹാസ് സ്റ്റഡീഡ്? സീത ഹാസ് സ്റ്റഡീഡ് സ്പോക്കൺ ഇംഗ്ലീഷ്. What Sita has been studying for 1 hour? Sita has been studying spoken English for 1 hour. What Sita has been studying since 7 o'clock? Sita has been studying spoken English since 7 o'clock. അപ്പോൾ ഇത് നമ്മുടെ 39ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഇതുവരെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പല സബ്ജക്റ്റുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഓരോ സബ്ജക്റ്റ് വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സണിൽ ഐയും ബിയും പറഞ്ഞു, സെക്കൻഡ് പേഴ്സണിൽ യു പറഞ്ഞു, തേർഡ് പേഴ്സണിൽ ഹീയും ഷീയും പറഞ്ഞു, കൂടാതെ രാമ പറഞ്ഞു, ഇപ്പോൾ സീത പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ പേഴ്സൺസിലും ഉള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4 ടെൻസുകൾ നമ്മൾ പറയുന്നു. അപ്പോൾ ഓരോ ടെൻസിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ക്രമമായിട്ട് ഭാഷ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതായത് ആദ്യത്തേത്
എവരുടെ ആക്ഷന് കാണിക്കുന്നു, രണ്ടാമത്തേത് നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷനെ കാണിക്കുന്നു, മൂന്നാമത്തേത് നടന്നു കഴിഞ്ഞതിനെ കാണിക്കുന്നു, നാലാമത്തേത് ഭൂതകാലത്തിൽ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതിനെ കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എങ്ങനെ ഭാഷ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു വെർബാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും ഏത് വെർബ് വെച്ചും ഈ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വെർബിൽ നിന്ന് മറ്റു വെർബിലേക്ക് നമ്മൾ സ്വമേധയാ പോയാൽ മാത്രം മതിയാകും. അപ്പോൾ ഒരു വെർബ് മാസ്റ്റർ ചെയ്യുമ്പോൾ മറ്റു വെർബുകൾ ഇതേ പ്രകാരത്തിൽ തന്നെ ഈ പാറ്റേണിൽ തന്നെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയാൽ മതിയാകും. അപ്പോൾ രണ്ട് കോണ്ടെക്സ്റ്റുകൾ നമ്മളിവിടെ പറഞ്ഞു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട് യെസ് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളും അല്ലാതെ വെർബ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഡ്രിൽ ചെയ്യുക, വീണ്ടും വീണ്ടും പറയുക. രണ്ട് വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ലിസണിങ്, ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ലിസണിങ് ആണ്. രണ്ടാമത് റിപ്പീറ്റിംഗ്, ലിസണിങ് റിപ്പീറ്റിംഗ് എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ തുടർന്നു കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നമുക്ക് ഭാഷ സംസാരിക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ടുള്ള എഫർട്ടാണ് നമ്മൾ ഓരോ ദിവസവും കുറച്ച് സമയം ഇതിനു വേണ്ടി ചിലവഴിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മാസ്റ്റർ ചെയ്താൽ, ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് മാസ്റ്റർ ചെയ്തിട്ട് നമുക്ക് പാസ്റ്റ് ടെൻസ് മൊത്തം മാസ്റ്റർ ചെയ്തിട്ട് ഫ്യൂച്ചർ ടെൻസിലേക്കും പോയി കഴിഞ്ഞാൽ ഈ 12 ടെൻസിൽ നമ്മൾ എത്തിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഏത് സന്ദർഭത്തിലും ഭാഷ അനായാസം സംസാരിക്കാൻ പറ്റും. എല്ലാ ടൈമുമായി ബന്ധപ്പെടുത്തുന്ന 12 ടെൻസുകളാണുള്ളത്. അതിൽ 4 ടെൻസിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് പിന്നീട് പോകുന്നത് പാസ്റ്റ് ടെൻസിലേക്കും അത് കഴിഞ്ഞിട്ട് ഫ്യൂച്ചർ ടെൻസിലേക്കുമാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടു കൂടി നമുക്ക് വിജയിപ്പിക്കാൻ കഴിയണം. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും പറയുക എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞ് ശീലിക്കുക. അതിലൂടെ നമുക്കത് സ്വായത്തമാക്കാൻ കഴിയും. ഇത്രയും സമയം എന്നോട് സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ അവസരമൊരുക്കുന്ന ഗുരുവിനും ദൈവത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത് നമ്മുടെ ക്ലാസ്സിൻ്റെ സ്പീക്ക് ഇംഗ്ലീഷ് സീരീസിൻ്റെ 39ാമത്തെ ദിവസമാണ്.